പ്രേക്ഷകർക്ക് കൊല്ലത്തേക്ക് വീണ്ടും സ്വാഗതം. പ്രജിൻ ആൻഡ് അനുജ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ചിന്നക്കടയ്ക്കടുത്തുള്ള കോൺവെൻറ്റ് ജംഗ്ഷനിലെ ജോയി ആലുക്ക ഷോറൂമിലാണ്. നമുക്കിപ്പം മഹേഷ് ഉണ്ട്. മഹേഷ്, ഇത് വലിയ വിശാലമായ ഷോറൂമാണല്ലോ. അതെ 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 ഷോറൂം വളരെ ഇതാണ്. തീർച്ചയായും നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ സംരംഭത്തെക്കുറിച്ച് ഞാൻ ആദ്യം സംസാരിച്ചതിൽ ഒരാളാണ് ശ്രീ ജോയി ആലുക്കാസ്. അപ്പോൾ അദ്ദേഹം നമുക്ക് വളരെ വളരെ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ അദ്ദേഹത്തിന് ഇത്തിരി ഫലിതബോധമുണ്ട്, ഞാൻ ചില പളിപ്പൊക്കെ അടിക്കും. അപ്പോൾ അങ്ങനെ സൗഹൃദത്തിൻ്റെ ഒരു ലോഹ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ചെയ്യേണ്ടതാണ്, എല്ലാവിധമായ പിന്തുണയും, അത് ധാർമ്മികമായിട്ടുമുണ്ട് സാമ്പത്തികമായിട്ടുമുണ്ട്, എല്ലാ രീതിയിലുള്ള പിന്തുണയും അതിന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജോയി ആലുക്കാസിൻ്റെ ഷോറൂമിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ജോളി സിൽക്സും ജോയി ആലുക്കാസിൻ്റെ ഒരു വലിയ ഷോറൂമല്ലേ ഇത്, ഈ ഷോറൂമിൽ നിൽക്കുമ്പോൾ നിങ്ങളോടൊരു ബിഗ് താങ്ക്സ് എ ലോട്ട് മിസ്റ്റർ ജോയി ആലുക്കാസ്. നിങ്ങളുടെ സഹായം പാഴാകില്ല. ഇത് കേരളത്തിലൊരു വലിയ മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കും. ഇത് 30 ദിവസം കൊണ്ട് അങ്ങ് കാസർഗോഡ് ചെല്ലുമ്പോൾ ശ്രീ ജോയി ആലുക്കാസും അറിയുന്ന എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകും. ഇപ്പം തന്നെ റിസൾട്ടുണ്ട്. പോലീസ് അതിവ്യാപകമായിട്ട് റെയ്ഡ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെയും ചെറുപ്പക്കാരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ താങ്കൾ പങ്കാളിയായതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളത്? നമ്മുടെ ജോയി ആലുക്കാസിൻ്റെ ജുവലറി, ഡയമണ്ട്, സിൽവർ ഷോറൂംസ് ആണ്, റീറ്റെയിൽ ഷോപ്സ് ആണ്. പിന്നെ അത് കൂടാതെ ജോളി സിൽക്സിൻ്റെ ഷോപ്പുണ്ട്. വെഡ്ഡിങ് സെൻ്ററായി ആണ് കൂടുതലായിട്ടും കസ്റ്റമേഴ്സിന് കൂടുതൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. വളരെ 20 വർഷത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ഫ്ലാഗ്ഷിപ്പ്, 20 വർഷത്തെ ഒരു ജോയി ആലുക്കാസ് ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഷോപ്പിൽ പറ്റിയാണ് കൊല്ലം. പ്രേക്ഷകർക്കറിയാം, ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖലയാണ് പ്രജനെ ഈ ജോയി ആലുക്കാസിൻ്റെ ഷോറൂംസ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഒരു വലിയ ഇൻ്റർനാഷണൽ ബ്രാൻഡായി മാറി എന്നുള്ളതാണ്. ഇപ്പം ജോയി ആലുക്കാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തിയാണോ ബ്രാൻഡാണോ എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് സംശയിക്കും. അങ്ങനെ ഒരു നല്ല കാര്യമുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ, ഒരു കസ്റ്റമർ ഇവിടെ കടന്നു വരുമ്പോഴേ, ഇപ്പം എനിക്ക് തോന്നുന്നു അനുജയ്ക്ക് ഇവിടെ വന്ന ഒരു കസ്റ്റമർ ആകണമെന്ന് ഒരു സംശയം. തീർച്ചയായും സ്വാഗതം, വളരെയേറെ സ്വാഗതം. നമ്മുടെ ജോയി ആലുക്കാസ് ഗ്രൂപ്പിൻ്റെ ഓൾ കേരളയിലുള്ള ഷോറൂമുകളിൽ വെച്ച് നല്ല ബിഗ് ഷോപ്പുകളാണ്. കളക്ഷൻ്റെ കാര്യത്തിലായിരുന്നാലും നല്ല ഒരു ഇതിൻ്റെ വിലയൊക്കെ എങ്ങനെയാണ്? ഇന്ന് വില 8,310 ആണ്. റീസണബിൾ പ്രൈസിലാണോ? റീസണബിൾ പ്രൈസിലാണ്. വളരെ എക്കണോമിക് ആയിട്ടുള്ള, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഓർണമെൻറ്റ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കളക്ഷൻസ് ഉണ്ട്. ഡയമണ്ടിലാണെങ്കിൽ പോലും നല്ല കളക്ഷൻസ് ആയിട്ടുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ ഈ മേഖലയിലുള്ള ഒരാളെന്ന നിലയിൽ ഇപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, എന്തായാലും ഒരു ഒത്തിരി ജ്വല്ലേഴ്സ് ഉണ്ട്. അപ്പം അതിൽ ജോയി ആലുക്കാസിനെ വേറിട്ട് നിർത്തുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ ഡിസൈൻസിലുള്ള പ്രത്യേകതയാണോ, അതിൻ്റെ വെറൈറ്റി ആണോ, എന്താണ്? അങ്ങനെ ജോയി ആലുക്കാസിൽ എന്നും കസ്റ്റമേഴ്സ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിൽ നമുക്ക് ഡിസൈൻ പരമായിട്ടും കസ്റ്റമേഴ്സിൻ്റെ സർവീസ് പരമായിട്ടും പിന്നെ പ്രൈസ് പോയിന്റിലും എല്ലാ ലെവലിലും നമ്മൾ ജോയി ആലുക്കാസ് കസ്റ്റമേഴ്സിൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത്. ആ ഒരു സപ്പോർട്ട് എന്നും നമുക്ക് കസ്റ്റമേഴ്സ് നൽകാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഒരു ജോയി ആലുക്കാസിൻ്റെ ഒരു സിഗ്നേച്ചർ ബ്രൈഡൽ സ്റ്റോർ നമ്മുടെ കൊച്ചിനിൽ ഈ 22nd ഓപ്പൺ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മോർ ദാൻ 300 എംപ്ലോയീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വേണമെന്ന് കാണാം അല്ലേ? ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ഒരു എന്തൊക്കെയാ വിശേഷം? ഓക്കെ, താങ്കൾ ഇവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗോൾഡ് ചെക്ക് ചെയ്യുന്നത്. ലഹരിക്കെതിരെയുള്ള പരിപാടിയല്ല നടക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാർക്കും ഈ സൗത്തിലുള്ള ആൾക്കാരുടെ ഇടയിലും ഒരു വലിയൊരു ഇതാണ് സ്വർണ്ണം, ഒരു ലഹരി തന്നെയാണ്. അതെന്നും ഒരു അസറ്റാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. കുറച്ച് തിരക്ക് കുറവുണ്ടോ? ഈ വില കൂടിയത് കൊണ്ടാണോ? വില കൂടിയത് കൊണ്ട്, പരീക്ഷാകാലമാണ്, നോമ്പ് കാലമാണ്, വിവാഹ സീസൺ അല്ല. പക്ഷെ ഒരു നല്ലൊരു സീസണിലേക്ക് തുടക്കുന്ന രീതിയിൽ ഇപ്പോഴേ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് എൻ്റെ സീസണിന്റെ സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് പരിപാടി ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളുണ്ട്, മന്ത്ലി സ്കീമുകളുണ്ട്, വൺ ടൈം സ്കീമുകളുണ്ട്, എല്ലാ രീതിയിലും സ്കീമുകൾ കസ്റ്റമേഴ്സിന്. ഡയമണ്ട് ഗോൾഡ് സെപ്പറേറ്റ് സെക്ഷൻ അങ്ങനെയാണ് ഈ ഏരിയയിൽ. ഡയമണ്ട്. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങൾ ഇരവിപുരം. മേജർ പർച്ചേസ് ആണോ? മേജർ പർച്ചേസ് ആണോ? മേജർ ഒന്നുമല്ല, ചെറിയൊരു പർച്ചേസ്. തിരുമുല്ലവാരം. നമ്മളൊരു പര്യടനമായിട്ട് ഇറങ്ങിയതാ. ഒരു സെക്കൻഡ്, സോറി. അതായത് കേരളത്തിൽ ഈ മയക്കുമരുന്നിൻ്റെ ഒക്കെ വ്യാപനം കൂടിയപ്പോഴേ അതിനെതിരായിട്ടുള്ള നീക്കമാണ്. ഒരു കാസർഗോഡ് വരെയുള്ള യാത്ര, അതിനിടയിൽ പോകുന്ന വഴി ജോയി ആലുക്കാസിൽ ഒന്ന് കരുതാം. എവിടെ വീട്? തിരുമുല്ലവാരം, കൊല്ലം. ചെയ്യാൻ ഇറങ്ങിയതാ, ചോദിക്കണ്ടല്ലോ അല്ലേ? ഷോറൂം മാനേജർ ഉണ്ട് ഇവിടെ.
ജോയൽ ഇദ്ദേഹമാണ്. ഗുഡ് ഈവനിങ് സർ. നിങ്ങളുടെ പേരെന്താ? അരുൺ കുമാർ. കുറെ കാലമായി ഇവിടെ ആയിട്ട്. അതെ, ഒരു 17 വർഷമായി. നിങ്ങൾക്ക് ഉയരം ഒത്തിരി കൂടുതലാണ്. താങ്ക് യു. നമ്മുടെ ഹാഷ്മി ആയിരുന്നെങ്കിൽ ഏതാണ്ട് ഒരു ഓക്കെ ആയിരുന്നു. ഓ, ആണല്ലേ? 6.1 ആണ്. മത്സരിക്കാൻ പറ്റത്തില്ല. അതില്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. എന്തായാലും ഇന്ന് ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം തോന്നുന്നു. സാറിൻ്റെ ഈ കേരള യാത്രയിൽ കൊല്ലത്തെത്തുകയും കൊല്ലത്തുനിന്ന് ഈ ജോയ അലുക്കാസിലേക്ക് വരികയും ചെയ്തതിൽ ഞങ്ങളുടെ അതായത് നമുക്ക് പറക്കാൻ പറ്റത്തില്ല. ഈ ടെലിവിഷൻ നെറ്റ്വർക്ക് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞാൻ ഒരു വിജയിച്ച ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തവരിൽ ഒരു 10 പേരെടുത്താൽ അതിലൊരാൾ ജോയി ആലുക്കാസ് ആയിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിന് ചില വണ്ടർഫുൾ ഐഡിയാസ് ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ലീഡിങ് ബ്രാൻഡാണ് ജോയ അലുക്കാസ്. അതിൽ ജോയ അലുക്കാസിലേക്ക് സാറ് ഇന്ന് ഇവിടെ എത്തിയതിൽ ഞങ്ങൾക്ക് വളരെ ഞങ്ങളുടെ ടീമിന്റെ മുഴുവൻ സന്തോഷം അറിയിക്കുന്നു. എന്തായാലും ഈ കൊല്ലത്തെ ഷോറൂം വളരെ ഗംഭീരമായി നടന്നു പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ സന്തോഷം. ഒരു കൊച്ചു ചെറിയ ഉപഹാരമായിട്ട് അയ്യോ അത് SK14 എഴുതി 24 മോള് വരച്ചാണോ? മോള് വരച്ചാണോ? ഓക്കെ, അതൊന്ന് കാണിച്ചു കൊടുത്ത്. SK40 24ന്റെ ലോഗോ ഒക്കെ അല്ലേ? ലോഗോ ഒക്കെ മോള് വരച്ചാണല്ലോ. പേര് പറയൂ. വേദശ്രീ. എവിടെ വീട്? എവിടെ മോളുടെ? തേവള്ളിയില്. മോള് എത്രല്ല പഠിക്കുന്നേ? താട്. വരയ്ക്കുവോ ഇടയ്ക്ക് ഇങ്ങനെ? വരയ്ക്കുവോ? 24 കാണാറുണ്ടോ? അതോ 25ആണോ കാണുന്നത്? 24ആണോ 25ആണോ? രണ്ടും കാണുന്നുണ്ടോ? ആണല്ലേ? ഓക്കെ അമ്മ. മിടുക്കി കുട്ടി. ഈ അമ്മമ്മ പറയുമോ 24 ഓഫ് ചെയ്യാൻ പറയുമോ? ഇല്ലല്ലോ. ആ ഓക്കെ, വളരെ സന്തോഷം. അമ്മമ്മയുടെ പേരെന്താ? ഷീല. പർച്ചേസിന് ഇറങ്ങിയാ? അല്ല, ഇവളെ ഞാൻ എസ് എം കോളേജ് വരണമെന്ന് വിചാരിച്ചു, സമയം തെറ്റിപ്പോയി സാർ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാ. പിന്നെ ചെറിയൊരു ഇത് പറയുന്നതായിട്ട് സ്കൂളുകളിൽ മുട്ടായി നിരോധനം, അതൊന്നും അല്ല, മിഠായിയൊക്കെ വേണ്ട കാര്യം. നമ്മളൊരു സ്ഥലത്ത് ചെന്നപ്പോഴേ, നമ്മൾ എവിടെയാണെന്നറിയോ, കാട്ടാക്കട, അവിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴാണ് അറിഞ്ഞത്. അവിടുത്തെ ആൾക്കാർ പറയുന്നു അവിടുത്തെ സ്കൂൾ വരാന്തിലെ കൂൾ എന്ന് പറയുന്നൊരു മിഠായി വരുന്നുണ്ട്. കൂളെന്ന് ഞാൻ മറ്റേ ലഹരിയാ. അപ്പൊ അങ്ങനെയുള്ള മിഠായികളൊന്നും വേണ്ട, കുട്ടികളെ ചോക്ലേറ്റ് ഒന്നും വാങ്ങിച്ചു കഴിക്കണ്ട. അതൊക്കെ ചില്ലറ അപകടങ്ങളല്ല. അപ്പൊ അമ്മാമ്മ ശ്രദ്ധിച്ചോണം. മോളെ മക്കളെ കാണാമോ കേട്ടോ? സൂക്ഷിച്ചോളാം. മോൾക്കൊരു ഗിഫ്റ്റ്. മോള് ഒരെണ്ണം ഒരു സാധനം എടുക്കാൻ പോയതാ. മോൾക്ക് എന്നും വീട്ടിൽ വെച്ച് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് അത് കേട്ടോ. അത് കണ്ടാൽ പൊളിഞ്ഞിട്ടും. അറിയാമോ? പാടി തോപ്പിച്ചിട്ടിരിക്കും. മോള് പാട്ട് പാടുന്നല്ലോ അല്ലേ? പാട്ട് പാടുവോ? പാട്ട് പാടുവോ? ഇല്ലേ, പാടില്ലേ? മോള് കണ്ടിട്ടുണ്ടോ എങ്കിളിനെ? എന്തോ എങ്ങളുടെ പേര് പറയാമെങ്കിൽ നമുക്ക് ഇപ്പൊ സമ്മാനം തരും. ആദ്യത്തെ അക്ഷരം ഞാൻ പറയാം, പ്രാപ്ര എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ദിവസം അല്ലേ? ഇത് മോൾക്കുള്ള സമ്മാനം. ഇതിൽ വേണം ഇനി കോഫി കുടിക്കാൻ കേട്ടോ. കോഫി, പാലും, വെള്ളം ഇതെല്ലാം ഇത് വേണം കുടിക്കാൻ. അപ്പൊ അമ്മാമ്മയ്ക്കൊരു കപ്പ് കൊടുക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ സന്തോഷം. ഇനി സന്തോഷമായിട്ട് വീട്ടിൽ പോവാ. പിന്നെ വരുമ്പോൾ ജോയി ആലുക്കാസ് വരിക കേട്ടോ. ഓക്കെ. റാവുത്തർ എന്ന് പറയുന്നു. താങ്ക് യു. എന്തായാലും വർഷങ്ങളായിട്ട് സാറിന് ഒരുപാട് കാലമായി റാവുത്തറെ കണ്ടിട്ട്. നമ്മുടെ പഴയ കിടിയ. എന്തായാലും ഒരുപാട് സന്തോഷം സാറിന് ഈ ഒരു അവസരത്തിൽ. ഞാനിപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു ഷോർട്ട് ഫിലിം ഇപ്പോൾ ചെയ്തായിരുന്നു, ഒരു കംബാക്ക് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. ഓക്കെ. യു ആർ കമ്മിങ് ബാക്ക്. കംബാക്ക്, അതെ തീർച്ചയായിട്ടും. അതെ. താങ്ക് യു. നല്ല കാര്യം, സന്തോഷം. നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ ഇവിടെ ഉണ്ട്. അതാരത്? രഘു. ഞാൻ കണ്ടു. എന്താ പേര്? അല്ലി. മോളെ ഇത് വാങ്ങിയാറങ്ങി. മോളുടെ പേരെന്തോ? എൻ്റെ വിഷ്ണുപ്രിയ. എൻ്റെ പേര് ജീന. പർച്ചേസ് ആണോ? ജോയി ആലുക്കാസ് മൊത്തം വിലക്ക് വെച്ചോണ്ട് പോകും? ഇല്ല, അതിനുള്ള കാശില്ല. ഓക്കെ സാർ, താങ്ക് യു. സാറിന്റെ ദിവസം കാണാറുണ്ട്. സന്തോഷം. ദിവസേന വെച്ച് കാണും. മോൾക്ക് കൊടുക്കാം. സംസാരിച്ചിട്ടുണ്ട് സാറുമായിട്ടൊക്കെ. സാറ് US വന്നപ്പോൾ ഞാൻ അവിടെ. എവിടെയാ? യുഎസിലാണോ? ഓക്കെ. യുഎസിലെവിടെയാ? ഞാനും ഹസ്ബൻഡും സാറ് നമ്മൾ സംസാരിച്ചിട്ടൊക്കെ. സന്തോഷം. ഹസ്ബൻഡ് വന്നില്ലയോ? പുള്ളി അവിടെ ഉണ്ടോ? അവിടെ അടിച്ചു പൊളിക്കുമായിരിക്കും പുള്ളി. ഇങ്ങ് പോയി പറയാൻ പറ്റത്തില്ല. ആണോ? പിന്നെ പോയില്ല, നാളെ പോകും. അല്ല, ഈ വെർജീനിയ എന്ന് കേൾക്കുമ്പോഴേ
ഞാൻ അറിയാതെ വെർജീനിയ ഉൾഫ് എന്ന് ഓർത്തു. ഓക്കെ, താങ്ക് യു ബൈ. കഴിഞ്ഞ വർഷം സാർ ഉണ്ടായിരുന്നല്ലോ ആനുവൽ ഡേക്ക്, ഞങ്ങളുടെ മക്കളൊക്കെ അവിടെ കൊട്ടാരക്കര ആയിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്പൊ ഈ വർഷം ചങ്ങനാശ്ശേരി, ഈ വർഷം തിരിച്ചു വരും. ഞങ്ങൾ മോൻ അവിടെ പഠിക്കുന്നതുകൊണ്ട് ഒരു വർഷത്തേക്ക് അങ്ങോട്ട് പോയതാ. സന്തോഷം. ബ്രദർ ഈസ് വെയിറ്റിംഗ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ രഘു. തിരുവല്ലവാരം. ബോക്സിൽ തിരുവല്ലവാരം യഥാർത്ഥത്തിൽ നമ്മൾ 6 കൊല്ലം പ്രവർത്തിച്ചു. 24 6 കൊല്ലം കമന്റ് ചെയ്ത ഏക തിരുവല്ലവാരമായത് അല്ലേ? ഏതായാലും 24 ഏറ്റെടുത്തിരിക്കുന്ന പരിപാടി നല്ല പരിപാടിയാണ്. അതുപോലെ അജിം വിജയൻ സാർ തന്നെ പറഞ്ഞ ഈ കളിസ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും ഇങ്ങനെയുള്ളവർ വന്ന് പെടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. പിന്നെ കൂടുതലും ഈ ചെറുപ്പക്കാർ കൂടുന്ന ചില സ്ഥലങ്ങൾ, നല്ല ചെറുപ്പക്കാർ കൂടുന്ന ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ വന്ന് കൂടാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അതുവഴി ഇങ്ങനെയുള്ള ചില അപ്പം അതെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ മയക്കുമരുന്ന് വിപണനം അവസാനിച്ചാലും 24 നിർത്താൻ ഉദ്ദേശിക്കും. തീർച്ചയായിട്ടും എപ്പോഴും എൻ്റെ കൂടെ കാണണം, ഫോളോ അപ്പ് ചെയ്യണം. ഇത് സംഭവം എന്ന് വെച്ചാൽ ഒരു ലിമിറ്റ് വിട്ടു. ശരി, ഏറ്റം വന്നാൽ ഇത്ര വരാമോ തിരുവല്ലവാരം അല്ലേ? ഓക്കെ, ശരി. താങ്ക് യു. ഇത് എനിക്ക് തരാൻ കൊണ്ടുവന്നു. എനിക്ക് ഏതോ നമ്മുടെ കസ്റ്റമറിന് കൊടുക്കാൻ. അല്ല, സാറിനെ ഞങ്ങൾ വെൽക്കം ചെയ്യാൻ വേണ്ടി കുറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. കണ്ടതിൽ വളരെ സന്തോഷം. പേര് ഷിജി എന്നാ. താങ്ക് യു. ഇത് ഒറിജിനൽ അല്ലേ? സർവീസും ലഹരിക്ക് വിരുദ്ധയുള്ള സാറിന്റെ നിർത്താത്ത സമരത്തിനും എല്ലാത്തിനും ഒരു ഉയർന്ന ഒരു കൈയോടുകൂടി തന്നെ സാറിനെ ചെയ്തു. സാറിനൊരു സന്തോഷം. ലഹരിക്കെതിരെ ഒരുപാട് ആൾക്കാർ ഈ ജില്ലയിൽ നിന്ന് ഡി-അഡിക്ഷൻ സെന്ററിൽ എത്തിക്കുന്നവരാണ്. ഞങ്ങൾ ഡി-അഡിക്ഷൻ സെന്ററിൽ എത്തിക്കാറുണ്ട്. കൊല്ലം ശക്തിവളര ഗണേശൻ ആണ്. നമ്മുടെ സ്റ്റിങ്ങറാണ്. ഇവിടുത്തെ ഞാൻ ആലോചിച്ചത് അപ്പൊ എന്തായാലും നല്ല കാര്യം. ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്കതേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. അല്ല, ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. അല്ല, ഇവിടെ ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് അടിക്കും. അതാണ് ഞങ്ങളുടെ പരിപാടി. താങ്ക് യു. ഒന്നുമില്ല, ഒരു ചായക്കപ്പ അതങ്ങേക്ക് വീട്ടിൽ വെച്ച്. തീർച്ചയായിട്ടും നമ്മുടെ 24 ഐഡിയ അതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് ആണ്. വളരെ സന്തോഷമാണ്. കാരണം ഇത്രയും ഈ ഒരു ജനകീയമായ ഒരു പ്രോഗ്രാമുമായിട്ട് ശരിക്കും ഈ ഒരു കേരളം മുഴുവനുള്ള ഈ ഒരു ലഹരിക്കെതിരെയുള്ള ഒരു ഉദ്യമത്തിൽ 24-നോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഉണ്ട്. ഓ, താങ്ക് യു. അപ്പോൾ മുകളിലോട്ട് പോയാലോ? ആയിക്കോട്ടെ. ഓക്കെ. കേരളത്തിലെ ഈ സ്വർണ്ണ വ്യാപാര മേഖലയിലൊക്കെ ജോയി ആലുക്കാസ് വരുത്തിയ മാറ്റം ഭയങ്കരമാണ്. കാര്യം ഞാൻ ചോദിച്ചു, നിങ്ങൾ നമ്മുടെ കടയിൽ നിൽക്കുന്നവരോടെല്ലാം മീശ അടിപ്പിച്ചെന്നില്ലാന്ന് ചോദിച്ചൊരു അതോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കസ്റ്റമർ ഈസ് എ കിങ്. അപ്പോൾ കസ്റ്റമർ വരുമ്പോൾ മീശയും പിരിച്ച് മേലോട്ട് വെച്ച് നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ആദ്യം അദ്ദേഹം ചെയ്തൊരു നല്ല കാര്യം, അദ്ദേഹം അങ്ങ് മീശ എടുത്തു. അതെ. അത് മാത്രമല്ല, മറ്റുള്ളവരെ പ്രേരിപ്പിച്ചപ്പോൾ അദ്ദേഹം മാറിയുന്നില്ല. ഞങ്ങളെല്ലാം വളരെ യങ്ങായി, വളരെ ചെറുപ്പമായില്ലേ? താങ്ക് യു മിസ്റ്റർ ജോയി ആലുക്കാസ്. നിങ്ങൾക്ക് സുഖമല്ലേ? എന്താ ഈ ഷോറൂമിന്റെ ഒരു പ്രത്യേകത കൂടി അങ്ങ് പറഞ്ഞാൽ കൊള്ളാം. ഇത് ജോളി സിൽക്സിന്റെ ബ്രൈഡൽ ഫ്ലോറാണ്. ജോളി സിൽക്സിന്റെ കൊല്ലത്തെ ഇത് വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സ്റ്റോറാണ്. നമുക്കിവിടെ കളക്ഷൻസും സ്റ്റോക്കുകളും ഒക്കെ നല്ല രീതിയിൽ വന്നിരിക്കുന്ന ബ്രൈഡൽ കളക്ഷൻസിനുള്ള സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നമുക്കിവിടെ 3 ഫ്ലോറുകളാണ് ഉള്ളത്. 3 ഫ്ലോറുകളുണ്ട്. ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ എല്ലാം ചേർന്ന ഒരു വെഡ്ഡിങ്ങിന് പറ്റുന്ന ഒരു കസ്റ്റമറുടെ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സും എല്ലാം വരുന്നത്. ഒരു 20 വർഷമായി നമ്മൾ ഈ സ്റ്റോറിൽ ഉണ്ട്. നമുക്കിവിടെ കൊല്ലം നമ്മൾ എത്രയേറെ സ്വീകാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. ഹലോ, സന്തോഷം.
ഹലോ. How are you? I'm fine. Yeah. How are you? I'm saying fine. Okay, Okay, okay. ഹായ്, എല്ലാം ഓക്കെ അല്ലേ? കാണാമൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ നീങ്ങുന്നു അടുത്ത സ്ഥലത്തേക്ക്. ആ, സന്തോഷം. താങ്ക് യു. സാറിനോടും വളരെയേറെ നന്ദിയുണ്ട്. ഈ ഒരു ക്യാമ്പയിൻ നമ്മളുടെ കൂടെ ചെയ്യാൻ പറ്റിയത് നല്ല ഇതുണ്ട്. അത് ഇവിടെ കാണാൻ വരികയാണെങ്കിൽ ഞാൻ അന്വേഷിച്ചു നോക്കണം. ശ്രീ ജോയി ആലുക്കാസ് വിസിറ്റ് ചെയ്യുന്നതാണ്. ഇന്ന് തന്നെ ചോദിക്കും. സാറിനോടുള്ള ഉപകരണം അറിയാം. പോയി നോക്കണം. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ SK40 യൂട്യൂബ് ചാനൽ കണ്ടു? ഞങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബറാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ കാണാം നമുക്ക്. അപ്പോൾ താങ്ക് യു സാർ. താങ്ക് യു.